ദുനിയാവിന്റെ പുറത്ത് മനുഷ്യന്മാർ ഈ മണ്ണായ ബൈനൽ മാഇ വത്തി, മണ്ണിന്റെയും അതുപോലെ വെള്ളത്തിന്റെയും കളിമണ്ണിന്റെയും ഇടയിൽ നിന്നാണ് മനുഷ്യനെ പടച്ചത്. അങ്ങനെ ഉള്ള ആ മനുഷ്യന് ഈ ദുനിയാവിന്റെ പുറത്ത് അഹങ്കരിക്കാനുള്ള ഒരു അധികാരവുമില്ല. ചിലപ്പോ നല്ല കോടിക്കണക്കാന സമ്പത്തുകൾ ഉണ്ടാകും, വലിയ വലിയ കൊട്ടാരങ്ങൾ ഉണ്ടാകും, മണിമാളികയുണ്ടാകും, വലിയ വലിയ വാഹനങ്ങൾ ഉണ്ടാകും. ഇതൊന്നും കൊണ്ട് അഹങ്കരിക്കാൻ മനുഷ്യനിക്ക് പാടില്ല. നമുക്ക് മുകളിലുള്ളവരെ ഒരിക്കലും നമ്മൾ നോക്കരുത്. നമുക്ക് താഴെ ഉള്ളവരെ, നമ്മളെക്കാൾ താഴെ ഉള്ളവരെ, നമ്മളെക്കാൾ കടമുള്ളവരെ, അവരെ നമ്മൾ ഓർത്തുകൊണ്ട് കടന്നു പോകുമ്പോൾ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അതാ പറഞ്ഞ മനുഷ്യ നീ വെറും മണ്ണാണെന്ന്. ഈ മണ്ണായിട്ടുള്ള ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരു മനുഷ്യന്റെ കുറ്റവും ഒരു മനുഷ്യന്റെ ഗീബത്തും അതുപോലെ മനസ്സുകൊണ്ട് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പറയുന്നതും ഒരു മനുഷ്യനെ കൊണ്ടും കഴിയില്ല. മനുഷ്യന്മാർ അവനെ പറ്റി ചിന്തിക്കാത്തത് കൊണ്ടാണ്. നമ്മുടെ ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിങ്ങൾക്കൊരു നല്ലതിനാണ് പറയുന്നത്. ഉമ്മമാരിൽ ഒരു സ്വഭാവമുണ്ട്. മഹാനായ ഉവൈസ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, പെങ്ങളെ നിങ്ങളിൽ ഒരു സ്വഭാവമുണ്ട്, എന്താണെന്നറിയോ? ചോദിച്ചു. ഞങ്ങൾക്കറിയില്ല. ഉവൈസ് റളിയല്ലാഹു തആല പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കിയിട്ടില്ല, അപ്പുറത്തേക്ക് മാറി നിന്നിട്ട് പറഞ്ഞു, മോളെ നിനക്കൊരു വല്ലാത്തൊരു സ്വഭാവമുണ്ട്, നിനക്കൊരു സ്വഭാവമുണ്ട്. ഉവൈസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ച് എന്താണ് ആ സ്വഭാവം എന്ന് പറയുമോ? ലങ്കി തിളങ്ങുന്ന വജ്ഹാലേ നീ ഇന്ന് പറയുന്നൊരു വാക്കിൽ ജോലിച്ച നടക്കുന്ന അതവുള്ളൊരു വാക്കാല് പാരിൽ ചൊരിയുന്ന മണ്ണാണ് നീയെന്നും ആകെ തളരുന്ന. മോളെ നിങ്ങൾക്കൊരു സ്വഭാവമുണ്ട്, അത് നിങ്ങൾക്ക് അല്ലാഹു തന്നൊരു സ്വഭാവമാണ്. എന്താണെന്നറിയോ? നിങ്ങൾ തന്നെ നിങ്ങൾ പരസ്പരം കണ്ടുമുട്ടിയാൽ, നിങ്ങൾ അവിടെ നിന്ന് പറയും, മറ്റവളോട് പറയടി ഞാൻ ഒരു കാര്യം പറയാ, നീ ഒന്നും പറയല്ലേ. ഈ പറയുന്ന സ്വഭാവം നിങ്ങളിൽ ഉണ്ടോ നിങ്ങൾ തന്നെ പരിശോധിക്കും. എടി ഞാൻ ഒരു കാര്യം പറഞ്ഞ ആരോടും അള്ളാണ്, റസൂലിനാണ്, എന്റെ 2 മക്കളാണ്, മുഹീദ്ദീൻ ഷെയ്ഖിനാണ്, പിന്നെ മമ്പുറത്തെ തങ്ങളാണ്, പിന്നെ ഇനി ആരെയൊക്കെ വിളിക്കണ്ട, എന്റെ മൂത്താപ്പാണ്, വല്യാപ്പാണ്, ഏതൊക്കെ വാപ്പാരെ വിളിക്കുമ്പോൾ അവരൊക്കെ വിളിച്ചിട്ട് പറയും, പോരാ നിന്നാണ് സത്യം, ഞാൻ ആരോടും പറയില്ല, നിന്നാണ് സത്യം, ഞാൻ ആരോടും പറയില്ല. 5 മിനിറ്റ് കഴിയണ്ട അപ്പുറത്തേക്ക് മാറിയിട്ട് പറയുമല്ല, മോളെ നീ അറിഞ്ഞോ? നീ അറിഞ്ഞിട്ടില്ല അല്ലേ? കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, ഞാൻ പറഞ്ഞു എന്ന് ആരോടും പറയണ്ട. എങ്ങനെ ഞാൻ പറഞ്ഞു എന്ന് ആരോടും പറയണ്ട. ഉവൈസ് റളിയല്ലാഹു അൻഹു പറയുന്നു, മോളെ ഈ ഒരു സ്വഭാവം നിനക്കുണ്ടോ? എന്നാൽ ഹമ്മല്ലാ തങ്കത്യു അബദാ, ഒരിക്കലും മുറിഞ്ഞു പോകാത്ത ദാരിദ്ര്യം അല്ലാഹു കൊണ്ടുതരുന്നതാണ്. അത് നിന്റെ ഭർത്താവിലൂടെയോ നിന്റെ മക്കളിലൂടെയോ നിന്റെ പ്രിയപ്പെട്ടവരിലൂടെയോ അവരുടെ കച്ചവടങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകും. കാരണം നീയാണ്. കാരണം എന്താ? നീ എവിടെ നിന്ന് പറഞ്ഞു പോയി, ഞാൻ ആരോടും പറയില്ല എന്ന് പറഞ്ഞിട്ട് നീ എവിടെ നിന്ന് മറ്റുള്ളവരോട് ചെന്ന് നീ പറയല്ലേ, അള്ളാഹയെ കൊണ്ടാണ് ഇട്, റസൂലിനെ കൊണ്ടാണ് ഇട്, മക്കത്തെ പള്ളിയെ കൊണ്ടാണ് ഇട്, മദീനത്തെ പള്ളിയെ കൊണ്ടാണ് ഇട്. അങ്ങനെ തുടങ്ങിയിട്ട് ഈ ലോകത്തുള്ള സകലമാന പള്ളികളെ കൊണ്ട് ആണയിടിപ്പിച്ചിട്ട് ഇവളെ മുഖമങ്ങ് മറഞ്ഞാൽ അപ്പുറത്ത് പോയിട്ട് വിളമ്പുന്ന ഒരു സ്വഭാവം നിനക്കില്ലേ മോളെ? അതൊരു പെണ്ണിന് ആ ഒരു സ്വഭാവം ഉണ്ടെന്നാണ്. ഇത് പറയുമ്പോ ആരും എന്നോട് വെറുപ്പ് വെക്കരുത്, ആരും എന്നോട് വെറുപ്പ് വെക്കരുത്. ഇത് ഒരു പെണ്ണിൽ ഉണ്ടാകുന്നതാണ്. നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്ക്. നമ്മ ആണയ്ക്കൊന്നും ഒരു കുറവും വരില്ല. മക്കത്തെ പള്ളി 30 വട്ടം വിളിക്കും. ചില ആളുകൾ പറയും 30 മുസാഫാണ് സത്യം. എന്ത് 30 മുസാഫ്? ഈ 30 ജുസ്വാണ് അവർ ഉദ്ദേശിക്കുന്നത്. അള്ളാന്റെ ഖുർആനിലുള്ള
ഈ 30 ജുസു ആണ് അവരുദ്ദേശിക്കുന്നത്. അതിനാണ് പറഞ്ഞത് അള്ളാന്റെ ഖുർആനുള്ള 30 ഖുർആൻ തന്നെയാണ് സത്യം. എന്താണ് ഈ 30 ഖുർആൻ എന്നും അറിയത്തില്ല, 30 ജുസു എന്നും അറിയില്ല, ഒന്നും അറിയില്ല. അങ്ങോട്ട് തള്ളാൻ ഒരു തള്ള്. സുബ്ഹാനല്ലാഹ്. അങ്ങനത്തെ ഒരവസ്ഥയാണ് കടന്നു വരുന്നതെങ്കിലോ ഹമ്മല്ല തങ്കത്തി അബദാ, മുറിഞ്ഞു പോകാത്ത ദാരിദ്ര്യം അല്ലാഹു നിനക്ക് തരികയാണ്. അങ്ങനത്തെ സങ്കടം അല്ലാഹു നിനക്ക് തരികയാണ്. ആ സമയത്ത് പിന്നീട് എങ്ങനാ എനിക്കിത്ര വിഷമം വന്നത്, എങ്ങനാ എനിക്കിത്ര ദാരിദ്ര്യം വന്നത്, എങ്ങനാണ് എനിക്കിത്ര കണ്ണീര് വന്നത്? അത് നിങ്ങൾ തന്നെ വലിച്ചു വെച്ചതാണ്, നിങ്ങൾ തന്നെ വലിച്ചോണ്ട് വന്നതാ. എവിടെയൊക്കെ ഒഴിഞ്ഞു പോയ ബറക്കത്തില്ലായ്മയെ നിങ്ങൾ അന്നതാ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നു. നിങ്ങൾ വിചാരിക്കണം, അല്ലാഹുവേ ഞാൻ ആരെ പറ്റി പറയാനാണ്, ആരുടെ കുറ്റം പറയാനാണ്, ആരുടെ ഫിത്ന പറയാനാണ്? അല്ലാ, ഞാൻ ഈ ദുനിയാവിന്റെ പുറത്ത് വെറും പച്ച മണ്ണാണ് റബ്ബേ. എന്നെ ഖബറിന്റെ ഉള്ളിലേക്കൊന്ന് കൊണ്ടുവച്ചാൽ അത് പച്ച മണ്ണെന്നെ ഇങ്ങനെ ആക്കി മാറ്റുകയാണ്. എന്റെ ശരീരങ്ങള്, എന്റെ തോലുകള്, എന്റെ എല്ലുകള്, എന്റെ മാംസങ്ങള്, എന്റെ കണ്ണുകള്, എന്റെ കാതുകള്, എന്റെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും എല്ലാം മണ്ണാകാനുള്ളതാണ്. എന്തിനാണ് ദുനിയാവിന്റെ പുറത്ത് മറ്റുള്ളവനെ പറ്റി പറയുന്നത്, അവനെ കുറ്റപ്പെടുത്തുന്നത്, അവനെ ആക്ഷേപിക്കുന്നത്? പിന്നീട് ഒരു സ്വഭാവമുണ്ട്. അവിടെ നിന്ന് അവിടെ നിന്ന് പറയാണ് ഉവൈസ് തങ്ങള്, നിങ്ങൾ അവിടെ നിന്ന് പറയും, പറയല്ലേ എന്ന് പറഞ്ഞാലും അത് നിങ്ങളുടെ മനസ്സിലിരിക്കൂല. മറ്റേ പെണ്ണ് പറഞ്ഞ അടുത്ത പെണ്ണിനോട് പറയുന്നൊരു സ്വഭാവം നിങ്ങൾക്കുണ്ട്. അങ്ങനത്തെ ഒരു സ്വഭാവക്കാരായാൽ അല്ലാ, അത് മാത്രമല്ല ഉവൈസ് റളിയല്ലാഹു അൻഹു പറയാണ്, അവർ ആണകൾ കൊണ്ട് പൊതിയുന്നവരാണ്. അവരാണകൾ കൊണ്ട് പൊതിയുമെന്ന് പറഞ്ഞാല് ഇങ്ങനെ പേപ്പറിൽ പൊതിയുന്ന കാര്യമല്ലേ പറയണത്. ആണകൾ ഇങ്ങനെ ഇട. ഏതൊക്കെ പള്ളി ദുനിയാവിന്റെ പുറത്തുണ്ടോ, ഇപ്പൊ നമ്മുടെ ജമാഅത്ത് ഏതാണ്, ആ ജമാഅത്തിന്റെ പള്ളി പിടിച്ചെന്ത് ഇപ്പൊ സത്യം ചെയ്യും. അവിടെ ഏതെങ്കിലും ഒരു ഉപ്പാപ്പനെ, പണ്ടത്തെ കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു ഉപ്പാപ്പനെ കൊണ്ടുവന്നിട്ട് അടക്കിയാ പറയും ആ ഉപ്പാപ്പാണ് സത്യം എന്ന് പറയും. വീട്ടിന്റെ മുമ്പിൽ കൂടെ ആ സമയത്ത് ഒരു പോത്ത് പോയി ആ പോത്തിനെ പിടിച്ച് ആണിടുന്ന ടീമാണ് നമ്മള്. അങ്ങനെയാണ് മനുഷ്യന്മാരുടെ അവസ്ഥ. അങ്ങനെ മനുഷ്യന്മാര് മുന്നോട്ട് പോവുകയാണ്. ആണയിടണമെന്നുണ്ടെങ്കിൽ, ആണയിടണം എന്നുണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ്, മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ആണിടണമെങ്കിൽ അത് അല്ലാഹയെ കൊണ്ട് മാത്രമേ പറ്റൂ. അതും നല്ലതുപോലെ ആലോചിച്ചായിരിക്കണം. ഇനി അല്ലാഹയെ കൊണ്ട് കള്ളയാണയാണ് ഇടുന്നതെങ്കിൽ 3 ദിവസത്തെ നോമ്പ് പിടിക്കേണ്ടി വരും. ഇവിടെ റമളാനി പിടിക്കണില്ല, അല്ലാതെ ഇനിയിപ്പോ അല്ലാഹയെ കൊണ്ട് ആണിട്ട് പിന്നെ പിടിക്കാൻ പോണ നോമ്പ് നല്ല ടീമാണ്. അല്ലാഹയെ കൊണ്ട് ആണിട്ട് ഇനിയിപ്പം നോമ്പ് പിടിക്കാൻ ഉസ്താദ് നിങ്ങൾക്ക് എന്തോ അസുഖം കാര്യമായിട്ടുണ്ട് അല്ലേ എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും. പക്ഷേ സുബ്ഹാനല്ലാഹ്, ഇത് ഞാൻ വെറുതെ പറയുകയല്ല. ഹബീബുനാ മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഉമ്മമാരിൽ, സഹോദരിമാരിൽ ഫാത്തിമ ലങ്കി മാറിയും തോഴി ലങ്കണ നാരിയായൊരു ബീവി ഫാത്തിമ ചാരയണഞ്ഞ മൊഞ്ചുള്ളൊരു ബീവി പുഞ്ചിരിയാലോടി വരുന്നേ മുത്ത് റസൂലിൻ ചാരത്തായി പൊന്നഴകേ വന്നൊരു നിധിയെ ഫാത്തിമ റളിയല്ലാഹ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മോളെ നീ എല്ലാവരെ പോലും ആകരുത്. ചിലപ്പം നിന്നോട് മിണ്ടാൻ വരുന്നവർ പലതും പറയും, പക്ഷെ അതിന് നീ അത് കേൾക്കാതെ തന്നെ നിൽക്കരുതേ ഫാത്തിമ. ഫാത്തിമ ബീവിയോട് പറയാൻ, ഫാത്തിമ നിന്നെ വിളിക്കും. ഇന്നിപ്പോ അള്ളാഹു ഒരു വല്ലാത്തൊരു മുസീബത്താണ്. പക്ഷെ മൊബൈൽ ഇല്ലാതെ ഇന്നിപ്പോ ഒന്നും ചെയ്യാൻ പറ്റൂല. ദുനിയാവിന്റെ ഏത് കോണയുണ്ടെങ്കിൽ ആളിനെ കണ്ടുപിടിക്കാൻ പറ്റും മൊബൈൽ ഉണ്ടെങ്കിൽ. അതില്ലെങ്കിൽ പെട്ടുപോകും. പക്ഷേ ഇതേ മൊബൈലിലൂടെ തന്നെയാണ് വിളിച്ചിട്ട് കുത്തും. ആര് കദീസുമ കുത്തിയിട്ട് ആരെ വിളിക്കും? നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ആയിഷാത്തായി വീട്ടിൽ പോകാൻ പോയ. കാരണം കാല് പഴുത്തിട്ട് വേദന, എന്നാലും ഫിത്തിന പറയാതിരിക്കാൻ വയ്യ. കാല് പഴുത്ത് വേദന വീട്ടിലിരിക്കുക, വിളിച്ചിട്ട് പറയടി എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റൂല, കാല് ഭയങ്കര വേദന. നീ അറിഞ്ഞായിരുന്ന? എന്ത് ആളുകളുടെ ഫിത്തിന പറയാണ്. നീ അറിഞ്ഞായിരുന്നു? ഫോൺ വിളിച്ചിട്ടാ പറയാ. ഇല്ലേ, ദുനിയാവിന്റെ പുറത്തുകൂടെ കടക്കുന്നവരാ
ബാധ്യസ്ഥരാണ്. അല്ലാഹു തആല വിടൂല, അല്ലാഹു നമ്മളെ വെറുതെ വിടൂല. അങ്ങനത്തെ ഒരു സ്വഭാവക്കാരായാൽ എന്തിനേറെ നിങ്ങൾക്കറിയുമോ, കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെയും എന്നെയും ഉദാഹരണം വെക്കാം. നിങ്ങളിൽപ്പെട്ട ഒരാളെ ഞാനൊന്ന് കളിയാക്കിയാൽ, ഞാൻ നിങ്ങളെപ്പറ്റി നിങ്ങൾ മോശമാണെന്ന് മറ്റൊരാളോട് പറഞ്ഞാൽ, അല്ലാഹുവേ നീ എത്ര നിസ്കരിച്ചിട്ട് കാര്യമില്ല, നീ എത്ര നോമ്പ് നോറ്റിട്ട് കാര്യമില്ല, നീ എത്ര സ്വതക കൊടുത്തിട്ട് കാര്യമില്ല, നീ എത്ര ഖുർആൻ ഓതിയിട്ട് കാര്യമില്ല. അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചാ പോലും അള്ളാഹു നിന്റെ പശ്ചാത്താപം സ്വീകരിക്കൂല. നീ ആരെപ്പറ്റി പറഞ്ഞോ അവനോട് തന്നെ ചെന്നിട്ട് പൊരുത്തം ചോദിക്കാതെ നീ എത്ര വലിയ ഇബാദത്ത് ചെയ്താലും അള്ളാഹു തആല നിന്റെ ഒരു ഇബാദത്തും അള്ളാഹു സ്വീകരിക്കൂല. കാര്യത്തിന്റെ ഗൗരവം മനസ്സിലായോ? നിങ്ങള് അവിടെ നിന്ന് ഒരാള് ഒരു മനുഷ്യന്റെ വിത്തിനെ പറഞ്ഞാൽ, എന്നിട്ട് അള്ളാഹിനോട് പോയി ഫുള്ള് നിസ്കരിച്ച റബ്ബേ നീ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് മാപ്പാക്കണേ, വല്ലാഹി അള്ളാഹു മാപ്പാക്കൂല. നിങ്ങൾ ആരെ പറ്റി പറഞ്ഞു? ഞാൻ ഈ കൂട്ടത്തിലുള്ളവര് ഏതെങ്കിലും ഒരു കുൽസം ബീവിയെ പറ്റി പറഞ്ഞാൽ ആ കുൽസം ബീവിയോട് പോയിട്ട് ചോദിക്കണം, എന്നാലേ അള്ളാഹു എനിക്ക് പൊരുത്തപ്പെട്ടുള്ളൂ, ഇല്ലെങ്കിൽ അള്ളാഹു തആല പൊരുത്തപ്പെടില്ല. നാളെ മഹ്ശറയിൽ വരുമ്പോ വലിയൊരു ചെമടക്കയായിട്ട് വരും. എന്താ ചെമട്? 5 ഖത്തം, 20 ഖത്തം, 500 തറാവീഹ്, 1000 തറാവീഹ്, ഇതെല്ലാം ഇങ്ങനെ ചുമന്നിട്ട് വരും. നേരെ സ്വർഗത്തിൽ പോകാൻ പറഞ്ഞു. അപ്പോഴാണ് അപ്പുറത്ത് ഇരിക്കുന്നത്, അള്ളാഹുവേ ആ പോണ ഖദീസുമായ കണ്ടോ, ഒന്ന് പിടിക്കണം റബ്ബേ. എന്തേന്ന് ചോദിക്കും. അവരാണ് എന്നെ പറ്റി പറഞ്ഞത്, ഒന്ന് പിടിച്ചു നിർത്തണം. അപ്പൊ അള്ളാഹു പറയാൻ, ആ നിസ്കാരം കൊടുത്തേക്ക്, ആ നോമ്പ് കൊടുത്തേക്ക്, ആ നീ ചെയ്ത എല്ലാം നന്മ അങ്ങോട്ട് കൊടുത്തേക്ക്. അള്ളാഹുവേ പിന്നെ നമ്മൾ എന്തെല്ലാം കൊണ്ടുപോയിട്ടും ഒരു കാര്യമില്ല. അതുകൊണ്ട് എന്തിനാണ് നമ്മൾ ഇങ്ങനെ അള്ളാഹു നമുക്ക് തന്ന ആയുസിനെ നമ്മൾ കൊന്നുകളഞ്ഞിട്ട് മറ്റുള്ളവരെ പറ്റി പറഞ്ഞിട്ട് നടക്കുന്നത്? മനുഷ്യ, നമ്മൾ മണ്ണാണ്. ഇതാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ وقال الإنسان ما لها يومئذ تحدث أخبارها. ഭൂമി, ഈ മണ്ണ്, നമ്മൾ ചവിട്ടി നടക്കുന്ന മണ്ണ് പറയാ, അല്ലാ ഇവളാണ് റബ്ബേ എന്റെ പുറത്തിരുന്നിട്ട് എന്നെ വഴക്ക് പറഞ്ഞത്, മറ്റുള്ളവരെ ഫിത്തിന പറഞ്ഞത്. മണ്ണിങ്ങനെ പറയുമ്പോ 2 മലക്ക് പറയുന്നു, നമ്മുടെ ഇടതും വലതുമുള്ള മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൽ അതീദ്. ഇടതും വലതുമുള്ള 2 മലക്ക് പറൻ, ഞങ്ങൾ സാക്ഷിയാണ്. ഫിത്തിനയ്ക്ക് കൂട്ടിന്നില്ലേ? വിളിച്ച് പറയാൻ നേരം ഭയങ്കര മധുരമായിരുന്നല്ലോ. അങ്ങനെയാണ് മനുഷ്യന്മാർ. ഈ ആളുകളുടെ ഫിത്തിന പറയും പോലെ മധുരം ഒന്നിനും കിട്ടൂല. നിങ്ങളുടെ ഒരു തേമുട്ടായി കഴിച്ചപ്പോൾ ഇത്ര ഒരു മധുരം കിട്ടൂല. എന്നിട്ട് ബാക്കി പറയടി മറക്കല്ലേ, ബാക്കി നാളെ വന്നിട്ട് പണയണേ. എന്ത് പണയാനാ പറയണത്? മനുഷ്യന്മാരങ്ങനാണ്. എന്നാൽ അള്ളാഹു വെറുതെ വിടൂല്ല. അള്ളാഹു നമ്മളെ മുഴുവനും രക്ഷപ്പെടുത്തട്ടെ, അള്ളാഹു നമുക്ക് സ്വർഗം തരട്ടെ. അതുകൊണ്ട് മണ്ണിലേക്ക് പോകുന്നവരാണ്. അതുകൊണ്ടാണ് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സുലൈഖ ബീവി റളിയല്ലാഹു തആല അൻഹ റൂമിലേക്ക് വിളിച്ചു. ഞാൻ നിങ്ങൾക്ക് രസകരമായ ഒരു ചരിത്രം പറഞ്ഞു തരാം. സുലൈഖ ബീവി റളിയല്ലാഹു അൻഹയെ, അല്ലാഹുവേ സുലൈഖ ബീവി റളിയല്ലാഹു അൻഹ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊണ്ടുവരികയാണ്. 1 റൂം കഴിഞ്ഞു, 2 റൂം കഴിഞ്ഞു, 3 റൂം കഴിഞ്ഞു, 4 റൂം കഴിഞ്ഞു, 5 റൂം കഴിഞ്ഞ് ഇങ്ങനെ റൂമുകൾ ഇങ്ങനെ കടന്ന് ഓരോ റൂമിന്റെ വാതിലുകളും കൊട്ടിയടയ്ക്കുകയാണ്. കൊണ്ടുവന്ന തോഴിമാര് യൂസുഫ് നബിയെ സുലൈഖ ബീവി റളിയല്ലാഹു അൻഹയുടെ മുന്നിലേക്ക് നിർത്തിയിട്ട് തോഴിമാര് മുഴുവനും അങ്ങ് പോവുകയാണ്. തോരിമാര് മുഴുവനും അങ്ങ് കടന്നുപോയി. ഉടൻ തന്നെ അവിടെ നിന്ന് സുലൈഖ ബീവി റളിയല്ലാഹു അൻഹ യൂസുഫ് നബിയെ കണ്ടപ്പോ പറഞ്ഞു, യൂസുഫേ മാ അഹ്സന ശഅറക, നിങ്ങളുടെ മുടി എത്ര ഭംഗിയാണ് യൂസുഫേ. അല്ലാഹുവേ മാ അഹ്സന വജ്ഹക, നിങ്ങളുടെ മുഖം എത്രയോ സൗന്ദര്യമുള്ളതാണ്, നിങ്ങളുടെ 2 കണ്ണെത്രയോ മനോഹാരിതയുള്ളതാണ് യൂസുഫേ എന്ന് സുലൈഖ ബീവി റളിയല്ലാഹു അൻഹ പറയുമ്പോ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം സുലൈഖ ബീവി റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്, അല്ലയോ പ്രിയപ്പെട്ട സുലൈഖ, മനുഷ്യനെ കൊണ്ട് ഖബറിലേക്കൊന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന്റെ തലയിൽ നിന്ന് അവന്റെ തലമുടിയെല്ലാം കൊഴിഞ്ഞു 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 പോകും, അത് മണ്ണായി പോകുന്നുണ്ട് സുലൈഖ. എന്റെ 2 കണ്ണിനെ പറ്റി പറഞ്ഞിട്ടുണ്ടല്ലോ, ആ കണ്ണ് കാണാൻ നല്ല ചന്തമാണെന്ന് പറഞ്ഞിട്ടില്ലേ സുലൈഖ? എന്നെ കൊണ്ട് ഖബറിന്റെ ഉള്ളിൽ വെച്ച്
വെച്ചാല് ആ കബറിന്റെ ഉള്ളിൽ എന്റെ 2 കണ്ണുകളും അത് മണ്ണിനുള്ളതാണ് സുലൈഖ, അത് മണ്ണിനെ തിന്നാനുള്ളതാണ് സുലൈഖ. എന്റെ 2 ചുണ്ടുകളെ പറ്റി നല്ല ഭംഗിയുള്ള ചുണ്ടെന്ന് പറഞ്ഞല്ലോ സുലൈഖ. ഈ 2 ചുണ്ടുകളുണ്ടല്ലോ, ഇത് പച്ച മണ്ണ് തിന്നാനുള്ളതാണ് സുലൈഖ എന്ന് പറഞ്ഞിട്ട് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ നിന്ന് പിന്മാറാ നേരത്ത് പാശത്തിൽ പിൻവേഗമിച്ചു കൂപ്പായം കീറിയേ പിരിശിൽ സുലൈഖയിൽ മോഹഭംഗം കയറിയേ ഇഷ്കക്കടലിന്റെ മോശ പോട്ടി മറിഞ്ഞല്ലോ ഇമ്പക്കനി യൂസുഫ് നബിയിൽ നിറഞ്ഞല്ലോ. അവിടന്ന് സുലൈഖ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടന്ന് ദാ കുപ്പായത്തിലേക്ക് അങ്ങ് കടന്നു പിടിക്കാണ്. അല്ലയോ യൂസുഫേ, യൂസുഫേ എന്ത് വേണോ തരാ, നീ ഇവിടെ ആരുമില്ലല്ലോ, തോടിമാരില്ലല്ലോ, അസീസ് രാജാവില്ലല്ലോ, ഞങ്ങൾ ഒറ്റക്കല്ലേ ഉള്ളല്ലോ. അപ്പോഴെല്ലാം യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ്. അവസാനം ഓടി വിളിക്കാൻ നേരത്ത് പാശത്തിൽ പിൻവേഗമിച്ചു കൂപ്പായം കീറിയേ പിരിശിൽ സുലൈഖയിൽ മോഹഭംഗം കയറിയേ. സുലൈഖ ബീബി അവിടെ നിന്ന് കുപ്പായത്തിൽ വലിച്ചു കീറുകയാണ്. അവിടെ നിന്ന് യൂസുഫ് നബി അവിടെ നിന്ന് ഓടുകയാ. ഓടുമ്പോ കുപ്പായത്തിൽ വലിച്ചു കീറി യൂസുഫിന്റെ കമീസിൽ പിടിച്ചു. ആ കമീസ് അങ്ങ് കീറിപ്പോയി. അവിടെ നിന്ന് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, സുലൈഖ എന്റെ ഈ ശരീരം മണ്ണു തിന്നാനുള്ളതാണ് സുലൈഖ. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും സുലൈഖ ബീവിയുടെയും ചരിത്രങ്ങൾ വിശാലമാണ്. അത് ഇൻഷാ അല്ലാഹ് ഓരോ ദിവസം നമുക്ക് മൊത്തത്തിൽ പറയണം. അള്ളാഹു കേൾക്കാനും പഠിക്കാനുമുള്ള ആ ഒരു തൗഫീഖ് അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലേ, ചെമ്പകപ്പൂ തേനിതളതരം ചന്ദിര സുന്ദര പൂമുഖമതിർപ്പം ഗസലുകൾ തൻ പൊന്നൊളിഞ്ഞാലയിൽ ആടുന്ന സുലൈഖ ബീവി മൊഞ്ചായ മൊഞ്ചുകൾക്കകിലം തഞ്ചകമേറിയ യൂസുഫ് നബിയെ ചെഞ്ചലപ്പൂമിഴി 2 കണ്ട് സുലൈഖ ബീവി വലയെറിഞ്ഞേ. ഒരു നാളിൽ ചെറുപ്പത്തിന് ശല്യ തളമിട്ട മലര് യൂസുഫ് നബിയെ കൊതി വലുതായി കാത്തുപിടിച്ചു കിതച്ചു നിന്നല്ലോ. സഖിമാരോടവൾ കഥ പറഞ്ഞ് അതിർപ്പമൊന്നറിഞ്ഞ് യൂസുഫ് നബിയെ ഒരു സദസ്സിൽ കൈവിരൽ മുറിഞ്ഞ പഴം മുറിഞ്ഞില്ല. ചരിത്രം സുദീർഘങ്ങളാണ്. എത്രയോ പാട്ടുകളാ, എത്രയോ ഗദ്യങ്ങളാണ് യൂസുഫ് നബിയെ പറ്റി വന്നിട്ടുള്ളത്. ആ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പോലും അവിടെ നിന്ന് സുലൈഖ ബീവിയോട് പറയുന്നത്, സുലൈഖ ഇത് മണ്ണിനുള്ളതാണ് സുലൈഖ. അതുകൊണ്ട് ഫിത്ന പറയുമ്പോ, ഫസാദ് പറയുമ്പോ, ഗീബത്ത് പറയുമ്പോ നമ്മുടെ മനസ്സുകൊണ്ട് കരുതണം, റബ്ബേ ഞാൻ ഇങ്ങനൊക്കെ പറഞ്ഞിട്ട് ആരെ ബോധിപ്പിക്കാനാ? ഞാൻ ആരോടൊക്കെ സംസാരിച്ചോ, ആരോട് വർത്തമാനം പറഞ്ഞോ, ആരോടാണ് കുറ്റവും ഗീബത്തും വസാദും പറഞ്ഞത്? അവരാരും നാളെ എന്റെ ഖബറിൽ വരൂല്ല. അവരൊക്കെ സ്വന്തം രക്ഷപ്പെടാനേ നോക്കുള്ളൂവല്ലോ. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ മരിച്ചടക്ക എല്ലാവർക്കും അള്ളാഹു ആഫിയത്ത് തരട്ടെ. ഞാൻ മരിച്ച നിങ്ങൾ മനസ്സുകൊണ്ട് കരുതി. അപ്പൊ ഈ തണ്ടിരിക്കുന്നവര് അള്ളാഹുവേ നമുക്ക് എടുത്തായിരുന്ന ഉസ്താദാണല്ലോ മരിച്ചു, ഞാനും കൂടെ ഉസ്താദിന്റെ കൂടെ പോവാന്ന് പറഞ്ഞ ആരെങ്കിലും വരുമോ? ഞാൻ ഒറ്റയ്ക്കേ ഉണ്ടാവുള്ളൂ. ആ കിട്ടുന്ന 3 കഷ്ണം വെള്ളത്തുണി കൊണ്ട് പോവല്ലാതെ ഒരു നിവർത്തിയില്ല. പിന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞു തരുന്ന ഇൽമുകൾ, ദിക്റുകൾ, സ്വലാത്തുകൾ നിങ്ങളെ കൊണ്ട് ചൊല്ലിപ്പിക്കുന്നത്, ഇതൊന്നും അല്ലാതെ എനിക്കൊന്നും കിട്ടാനില്ല. നാളെ നിങ്ങൾ ആരും എന്റെ കൂടെ വരുമെന്ന് എനിക്ക് ഒരു ഉറപ്പില്ല. പക്ഷെ നിങ്ങളുടെ ഒരു ദുആ ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഓരോരുത്തരും ദുആ ചെയ്യും. ആ ദുആയാണ് നമുക്ക് വേണ്ടുന്നത്. അതുകൊണ്ട് ഒരൊറ്റ കാര്യം മാത്രം ചിന്തിക്കാമോ? അല്ലാഹുവേ എന്റെ ഈ ശരീരം പച്ച മണ്ണിനുള്ളതാണ് റബ്ബേ. ഈ ഒരു ചിന്ത മതി.
എന്റെ ഖബറിൽ ഒരാളും വരൂല. നിങ്ങളുടെ ഭർത്താവ് വരുമോ? അള്ളാഹുവേ, എന്റെ കൂടെ 10, 20, 40, 60 കൊല്ലം ഉണ്ടായ എന്റെ പെണ്ണാണ്, അതുകൊണ്ട് ഒന്ന് നിൽക്കണം, ഞാൻ എന്റെ പിന്നെ ഉള്ള വസ്ത്രം മാറ്റി വെള്ള പതപ്പിച്ച് ഞാനും വരട്ടെ. ആരെങ്കിലും പറയുമോ? ഇല്ല. ഭർത്താവാണ്, റബ്ബേ കൊണ്ടുപോവല്ലേ അല്ലേ? ആ ഖബറിൽ പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ നന്മ വേണ്ടേ? നമ്മൾ ചെയ്യുന്ന നിസ്കാരവും നമ്മുടെ നോമ്പുകളും നമ്മുടെ സ്വതക്കകളും നമ്മുടെ സക്കാത്തുകളെല്ലാം നമ്മൾ അതിന് ഇല്ലാതാക്കല്ലേ? അങ്ങനെ ആകരുത്. നമ്മൾ അങ്ങനെ ഇല്ലാതെയാക്കിക്കൊണ്ട് നമ്മൾ കടന്നു പോകരുത്, ഇല്ലേ? ആ ഖബറിന്റെ ഉള്ളിൽ ആരാണ്? ഒരാളും വരൂല്ല. ആ പച്ചമണ്ണ് വിളിച്ചു പറയുന്നു, അന ബൈത്തുത് തുറാബ് അന ബൈത്തുൽ വഹദാ, ഞാൻ മണ്ണിന്റെ വീടാണ്, ഏകാന്തതയുടെ വീടാണ്. ഇവിടെ നീ ചെയ്ത നന്മകളല്ലാതെ, നിന്റെ നന്മകളല്ലാതെ ഒന്നും ഇവിടെ ഇല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു പറഞ്ഞു പോകുമെങ്കിൽ, എന്റെ പ്രിയമുള്ളവരെ, എന്റെ പ്രിയമുള്ള ഉമ്മ, എന്റെ പ്രിയമുള്ള സഹോദരിമാരെ, നമ്മൾ എന്തേ ചെയ്തിട്ടുള്ളത്? നമ്മുടെ ഖബറിന്റെ ഉള്ളിലെ നമുക്ക് എന്ത് നന്മയാ നമുക്കുള്ളത്? നമ്മൾ ചെയ്യുന്ന അങ്ങനെ ചിന്തിക്കണം. അല്ലാഹ്, എന്റെ ഖബറിന്റെ ഉള്ളിൽ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. എന്റെ ഖബറിന്റെ ഉള്ളിൽ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അവിടെ ഞാൻ ഫിത്നയ്ക്ക് വിളിച്ചവരും ഫിത്ന പറയാൻ വേണ്ടി ഇങ്ങോട്ട് വിളിച്ചവരും അതുപോലെ ഫിത്നയ്ക്ക് വേണ്ടി എന്നെ ഫോൺ വിളിച്ചവരും കൊണ്ടുപോയവരും ആരും എന്നോടൊപ്പം ഉണ്ടാകൂല. ഞാൻ ഒറ്റയ്ക്ക് എന്റെ ഖബറിന്റെ ഉള്ളിലുണ്ടാകൂ. ഈ ഒരു ചിന്ത എന്റെ പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളറയിൽ വരുമ്പോ ആ സമയമാണ് നമുക്ക് മനസ്സിലാക്കുന്നത്, ആ സമയമാണ് നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവിടുന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയാണ്, സഹാബാ, ദുനിയാവിന്റെ പുറത്തുകൂടെ കടന്നു പോകുമ്പോ സന്തോഷത്തിൽ വിജയിക്കണ്ടേ സഹാബാ? അതുകൊണ്ട് നിങ്ങളുടെ ഖബറാകുന്ന ജീവിതമുണ്ടല്ലോ, ആ ഖബറിന്റെ ഉള്ളിൽ വിജയിക്കാൻ നിങ്ങൾ മുന്നോട്ട് വരണേ സഹാബാ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളെ പറ്റി നമ്മുടെ മണ്ണ് പോലും വിളിച്ചു പറയുകയാണ്, നമ്മുടെ ഖബർ വിളിച്ചു പറയുകയാണ്, നമ്മുടെ ഓരോ അമലുകളും ഖബർ ഇങ്ങനെ വിളിച്ചു പറയും. ആ സമയം നമുക്ക് രക്ഷപ്പെടണമല്ലോ. അള്ളാഹു കേൾക്കാനും പഠിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم على رسولك سيدنا وحبيبنا ومولانا محمد. اللهم أنت ولينا في الدنيا والآخرة، توفنا مسلما وألحقنا بالصالحين. അള്ളാഹുവേ, ഞങ്ങളുടെ ഈ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങളെ മാറ്റണേ അല്ലാ, ഞങ്ങളുടെ ദുഃഖങ്ങളെ മാറ്റണേ അല്ലാ. അള്ളാഹുവേ, ആരെല്ലാം എന്തെല്ലാം ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തോ അതെല്ലാം നീ സഫലമാക്കണേ അല്ലാ. അള്ളാഹുവേ, നമ്മുടെ പ്രിയപ്പെട്ട അരുമമക്കൾക്ക് രോഗം തന്നുകൊണ്ട് പരീക്ഷിക്കല്ല അല്ലാ. മാരകമായ രോഗങ്ങൾ തന്നിട്ട്, വേദനകൾ തന്നിട്ട്, സങ്കടങ്ങൾ തന്ന്, ദുഃഖങ്ങൾ തന്ന് ഞങ്ങൾ ആരെയും നീ പരീക്ഷിക്കല്ല അല്ലാ. അള്ളാഹുവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഒരുപാട് ആഗ്രഹങ്ങൾ പറഞ്ഞവരാണ്, അവരുടെ ആഗ്രഹങ്ങളെ സഫലമാക്കണേ അല്ലാ. അള്ളാഹുവേ, ഞങ്ങളുടെ ഖൽബും ഞങ്ങളുടെ മനസ്സുമെല്ലാം നീ ശുദ്ധിയാക്കി തരണേ റബ്ബേ. അള്ളാഹുവേ, ഞങ്ങളെ നീ പാഴാക്കല്ല അല്ലാ, ഞങ്ങളെ നീ ഖായിബാക്കല്ല അല്ലാ, ഞങ്ങളെ നീ സങ്കടപ്പെടുത്തല്ല അല്ലാ. ഏതൊക്കെ ആഗ്രഹമാണ് മനസ്സിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ ദുആ ചെയ്യാൻ പറഞ്ഞത്, അത് റബ്ബേ നീ ഖബൂലാക്കണേ അല്ലാ. അള്ളാഹുവേ, കരുണക്കടലായ തമ്പുരാനെ, അല്ലാ, ഞങ്ങളുടെ കൂട്ടത്തിൽ വീടില്ലാത്തവരുണ്ട് റബ്ബേ, അവർക്ക് നല്ല ഖൈറായ വീട് കൊടുക്കണേ അല്ലാ, അനുയോജ്യമായ വീട് കൊടുക്കണേ അല്ലാ. അള്ളാഹുവേ, രോഗങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ദുരൂഹതകളൊന്നും കൊടുത്തുകൊണ്ട് പ്രയാസപ്പെടുത്തല്ല പടച്ചവനെ. അള്ളാഹുവേ,
നിന്റെ ഈമാനിന്റെ വെള്ളി വെളിച്ചം ഞങ്ങളിൽ ചൊരിക്കണേ അല്ലാ. അല്ലാഹുവേ, ലോൺ എടുത്തിട്ട് വീട് വെച്ച് അവസാനം ലോൺ അടയ്ക്കാൻ കഴിയാതെ സങ്കടപ്പെടുന്നവരുണ്ട് അല്ലാ, ദുഃഖത്തിലായവരുണ്ട് അല്ലാ, പ്രയാസത്തിലായവരുണ്ട് അല്ലാ. അല്ലാഹുവേ, ഓരോരുത്തർക്കും അനുയോജ്യമായ ഹലാലായ വഴികൾ നീ ഒരുക്കി കൊടുക്കണേ റബ്ബേ. അവരൊക്കെ നീ വിജയിപ്പിക്കണേ അല്ലാഹുവേ. രോഗമാണെന്ന് പറഞ്ഞിട്ട് സങ്കടത്തോടെ കഴിയുന്നവരുണ്ട് അല്ലാ. അവരുടെയൊക്കെ രോഗങ്ങളെ നീ മാറ്റിയിട്ട്, സങ്കടങ്ങളെ മാറ്റിയിട്ട്, വിഷമങ്ങളെ മാറ്റിയിട്ട് നീ അവരൊക്കെ രക്ഷപ്പെടുത്തണേ അല്ലാ. യാ അല്ലാ, നീ ഞങ്ങളാരെയും പരീക്ഷിക്കല്ല അല്ലാ. ഞങ്ങളുടെ മക്കളെ പരീക്ഷിക്കല്ല അല്ലാ. ഞങ്ങളുടെ ഭാര്യമാരെ പരീക്ഷിക്കല്ല അല്ലാ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ പരീക്ഷിക്കല്ല അല്ലാ. ഞങ്ങളുടെ കൂട്ടുകുടുംബാദികളെ പരീക്ഷിക്കല്ല അല്ലാ. പടച്ചവനെ, മജ്‌ലിസിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് കടന്നു വരുന്നവർ ഒരാളെയും നീ പാഴാക്കല്ല റബ്ബേ. അല്ലാഹുവേ, അവരെല്ലാം പല ആഗ്രഹങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നവരാണ്. നീ അവരെ തട്ടല്ല റബ്ബേ, നീ അവരെ ഖായിബാക്കല്ല റബ്ബേ, നീ അവരെ സങ്കടപ്പെടുത്തല്ലേ അല്ലാ. അല്ലാഹുവേ, ഈമാൻ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഖൽബ് സൂക്ഷിക്കാൻ തൗഫീഖ് തരണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ അരുമ മക്കളെ നീ നല്ല മക്കളാക്കി തരണേ അല്ലാ. നല്ല സ്വാലിഹീങ്ങളായ മനസ്സിനും കണ്ണിനും കുളിർമയുള്ള മക്കളാക്കി തരണേ അല്ലാ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين.